സുഖമാണല്ലോ. എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പോസിറ്റീവ് പാരന്റിങ്. അപ്പോൾ പോസിറ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ആദ്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കും പാരൻസ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും. അത് തന്നെയാണ്, പക്ഷേ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറേ ടെക്നിക്സുകൾ ഒരു പോസിറ്റീവ് പാരന്റിങ് അറിഞ്ഞിരിക്കണം. നമ്മുടെ കുട്ടികളിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ കുട്ടികളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ കൂടിയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അത് ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിൽ ഞാനൊരു 3 പോയിന്റ്സ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, കുട്ടികൾ കുറുമ്പ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വാശി പിടിച്ച് അലറി കരയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഒരു എക്സാമ്പിളിലൂടെ കൂടെ തന്നെ തുടങ്ങാം. പലപ്പോഴും കുട്ടികൾ ഏതെങ്കിലും മേശയുടെ പുറത്തോ അല്ലെങ്കിൽ സോഫയുടെ പുറത്തോ കട്ടിലിൻ്റെ കാലിലൊക്കെ കയറി ചവിട്ടി നിന്ന് ഡാൻസ് കളിക്കും. എന്ന് വെച്ചാൽ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ ചെയ്ത് നോക്കാറുണ്ട് ഇല്ലേ. ആ സമയത്ത് നമ്മൾ അവരോട് എന്താ പറയുക, സ്റ്റോപ്പ് അല്ലെങ്കിൽ നോ, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മൾ അച്ഛനൊക്കെ ആണെങ്കിൽ കണ്ണൊക്കെ ഉരുട്ടി പേടിപ്പിക്കും. പിന്നെ ചിലപ്പോൾ അമ്മയെ കിടന്ന് അലറി വിളിച്ച്, എടാ അങ്ങനെ ഇനി വീഴടാ, എടാ നിങ്ങൾ ഓടല്ലടാ, ചാടല്ലടാ, കയറല്ലടാ, ഇങ്ങനെയെല്ലാം കുറേ നോ 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 എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികളോട് ഇല്ലേ. അപ്പോൾ അതായത് ഒരുപാട് റെസ്ട്രിക്ഷൻസിന് ഇടയിലാണ് കുട്ടികൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ കുറേ നോയാണ് നമ്മുടെ കുട്ടിയോട് പറയുന്നതെങ്കിൽ അവൻ ഫുള്ളാ നെഗറ്റീവ് അടിച്ച് അവൻ എന്താണ് അമ്മ അച്ഛനെ എന്നെ ഒന്നും ചെയ്യാൻ വിടുന്നില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് അവൻ പോകും. ഒരു ടോഡ്ലറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ചില കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്നത് അവരുടെ പാരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം നമുക്കറിയാമല്ലോ, വർക്കിംഗ് പാരൻസ് രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുന്ന സമയത്ത് അവർക്ക് വീട്ടിൽ ജോലി വേണം. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. അത് മാത്രമല്ല, ആ കുട്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് ആ കുട്ടി ശ്രദ്ധിക്കാനും നമ്മൾ അതെന്ന് വെച്ചാൽ ആ കുട്ടിയോട് ആടാ കൊള്ളാം എന്ന് പറയാൻ പോലും നമ്മൾ പോകത്തില്ല. കാരണം നമ്മൾ ആ കുട്ടി നല്ലത് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആശ്വസിക്കും, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും അടുക്കളയിൽ എന്തെങ്കിലും പണിക്ക് പോകും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, അവൻ നല്ലത് ചെയ്തപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല, അപ്പോൾ എന്ത് ചെയ്യും, നെഗറ്റീവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. അങ്ങനെ അവൻ ചിലപ്പോൾ കുറുമ്പ് കാണിച്ചുകൊണ്ട് നിങ്ങൾ അറ്റൻഷൻ സ്വീകരിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളാൽ കുട്ടി എന്ത് ചെയ്യുന്നറിയാവോ, ഇങ്ങനെ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഓടുക, ചാടുക, വലിഞ്ഞു കയറുക എന്ന് പറയുന്നതൊക്കെ ഒരു ടോഡ്ലറിന്റെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അതൊക്കെ കുട്ടികൾ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈൽഡ് സൈക്കോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഒക്കെ പറയുന്നത്, ഒരു ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഔട്ട്ഡോർ ഗെയിംസിന് വേണ്ടി കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഗെയിംസ് കളിപ്പിക്കണം എന്നല്ല, വെറുതെ നമ്മൾ പുറത്ത് നേച്ചറുമായിട്ട് അങ്ങ് കുട്ടികളെ വിട്ടിരിക്കണം. അവന് ഓടി ചാടി കളിക്കാനായിട്ട് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ വിട്ടേക്കണം. ഓടണ കുട്ടികൾ, ചാടണ കുട്ടികൾ, എന്നാലേ എന്തെങ്കിലും തലയിടിച്ച് പരിക്കുകൾ പറ്റുന്ന കല്ല്, പാറ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകാതെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ കളിക്കാൻ വിടണമെന്നാണ്. ഇൻ കേസ് അങ്ങനെ പാറ കഷ്ണം അതും ഉള്ള ഒരു സ്ഥലത്ത് കുട്ടി ഓടിപ്പോയി വന്ന് വീഴുവാണെങ്കിൽ, അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ, വീഴാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, പാരൻസ് എന്തായാലും അങ്ങനെ ചെയ്യില്ലേ മോനെ നമ്മൾ പറയും. പക്ഷേ ആ കുട്ടി കേൾക്കത്തില്ല, കാരണം ആ ഏജ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കുറേ തവണ ഇരുന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു അടി കൊടുക്കും. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അലറിക്കൊണ്ട് അവരോട് സംസാരിക്കും, അവൻ്റെ മുഖത്തൊന്ന് ദേഷ്യപ്പെടും. അപ്പോൾ കുട്ടി അങ്ങ് പെട്ടെന്ന് പതറിപ്പോവും. ചിലപ്പോൾ അവൻ കരയും, ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും, മിണ്ടാതെ അടങ്ങിയിരിക്കും. പക്ഷേ അത് ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അച്ഛനെ പേടിച്ച് അല്ലെങ്കിൽ അമ്മയെ പേടിച്ച് കുറച്ച് സമയം മാത്രമായിരിക്കും അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ അച്ഛൻ്റെ കണ്ണോ അമ്മയുടെ കണ്ണോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിയുമ്പോഴത്തേക്കും അവൻ വീണ്ടും ആ ഒരു കാര്യം തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് കുട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടി ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയെ ഡിസ്ട്രാക്ട് ചെയ്യുക. നോ, സ്റ്റോപ്പ്,
അങ്ങനെ ഒരു നെഗറ്റീവ്സ് കമൻസ് കൊടുക്കുന്നതിന് പകരം അവരെ ഡിസ്ട്രാക്ട് ചെയ്യുക. വാ നമുക്ക് ഒരുമിച്ച് പോയി നമുക്ക് ഈ കളി കളിക്കണ്ട, നമുക്ക് വേറൊരു കളി കളിക്കാം, നമുക്ക് കഞ്ഞിയും കറിയും കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒളിച്ച് കളിക്കാം, നമുക്ക് ബിൽഡിംഗ് ബ്ലോക്സ് അടുക്കി വെച്ച് കളിക്കാൻ പോകാം, നമുക്ക് പെയിൻറ്റ് അടിക്കാൻ പോകാം, നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോകാം, നമുക്ക് നമ്മുടെ പെറ്റ് ഡോഗിന് ഫുഡ് കൊടുക്കാൻ പോവാം, നമുക്ക് അല്ലെങ്കിൽ അമ്മയെ സഹായിക്കാൻ അടുക്കളയിലോട്ട് പോകാം എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുന്നത് നോക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾ കൂടെ അവനെ വിളിച്ചുകൊണ്ട് പോയി കുറച്ച് നേരം നിങ്ങൾ കൂടെ ചെയ്യുക. പിന്നെ അവൻ സ്വയം കളിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അവൾ സ്വയം കളിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പതിയെ ഒന്ന് അവിടെ നിന്ന് സ്കിപ്പ് ആവുക. അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടിയെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ കുറുമ്പ് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻ മെത്തേഡ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾ അറിയണമെങ്കിൽ കുട്ടി ആരാണ്, നിങ്ങളുടെ കുട്ടി എങ്ങനെയാണ്, അവൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം അവനോട് എന്ത് ചെയ്യണം, സംസാരിക്കാൻ സമയം കണ്ടെത്തണം. കുട്ടിയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. കുട്ടികൾക്ക് നമ്മളോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആ ഒരു 2 to 6 ടോഡ്ലേഴ്സ് ഭയങ്കരമായിട്ട് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ ഫ്രണ്ട്സ്, അത് ആ ഒരു ഏജൊക്കെ കഴിയുമ്പോൾ പിന്നെ ഫ്രണ്ട്സിനോട് പിന്നെ നമുക്ക് കിട്ടത്തില്ല. നമ്മളൊരു ടീനേജറിനെ എടാ ഇങ്ങോട്ട് വാടാ, ഞാനിപ്പോൾ നിന്നോട് ഒരു കാര്യം ചോദിക്കിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ ഒരു ടീനേജറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വരില്ല. അമ്മയൊന്ന് പോയാണ്, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്, പോന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവിടും. അതാണ് ഒരു ടോഡ്ലറും ടീനേജും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് കുട്ടിയെ എന്തെങ്കിലുമൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് ആ കുട്ടിയുടെ മൈൻഡിൽ ഫീഡ് ചെയ്യിപ്പിക്കാൻ, അതായത് ഫ്യൂച്ചറിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ കുട്ടിയുടെ മൈൻഡിൽ ഫീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പോയിന്റാണ് ഈ ടോഡ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അത് കൊച്ചല്ലേ, അവൻ കളിച്ചത് നടക്കട്ടെന്ന് പറഞ്ഞാൽ അവനെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ വിട്ടേക്കരുത്. നമുക്ക് മനസ്സിലായോ, ഒരു ചെറിയൊരു നമ്മൾ പറയും ഈ പട്ടം പറത്തുന്ന പോലെ, എന്താ പറയുക, എപ്പോഴും നമ്മുടെ ആ ഒരു പിടുത്തം നമ്മുടെ കയ്യിൽ, അവൻ സ്വന്തം കാലിൽ നിൽക്കാനായി എന്നുള്ളത് നമുക്ക് തോന്നുന്നവരെ നമ്മൾ അവരെ പിടുത്തം വെച്ചിരിക്കണം. അത് നമ്മൾ എവിടെന്നേ തുടങ്ങണം, ആ കുട്ടിക്കാലത്തിലേ നമ്മൾ തുടങ്ങണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചുമ്മാ ഇരിക്കുമ്പോൾ ടോഡ്ലറിനെ പിടിച്ചിരുത്തി ഉപദേശിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അവനോട് നമ്മൾ എന്ത് ചെയ്യണം, സംസാരിക്കണം. ആദ്യം അവനോട് അവൻ്റെ ഒരു ചില കാര്യങ്ങൾ ചോദിക്കണം. അപ്പോൾ അവൻ കുറേ സംസാരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ അവനെ ഉപദേശിക്കണം. ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ്, അവനിങ്ങനെ മേശയുടെ മണ്ടയിൽ വലിഞ്ഞേറിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, അവനോട് അപ്പോഴും നമ്മളൊന്നും പറഞ്ഞില്ല അല്ലേ, നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ ആ ഒരു കാര്യം അതിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറിയ വീഴും, അവിടെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ അവന് പറഞ്ഞു കൊടുത്തേ പറ്റൂ. പക്ഷെ നമ്മൾ ആ ഒരു അവൻ കുറുമ്പ് കാണിച്ച ടൈമിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവനത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവനെന്ന് വരുന്നതാണ് അവനും അവളും, ഓക്കെ, മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ കുട്ടിയായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട്, മനസ്സിലായി, അവൻ്റെ എൻ്റെ മനസ്സിൽ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും തരത്തിൽ പറഞ്ഞ്, ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കയറി അവൻ ശ്രദ്ധിച്ചില്ല, അവൻ വന്ന് വീണു, തല പൊട്ടി, അങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ച് എക്സാഗ്രേഷൻസ് ഒക്കെ കൊടുത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവന് അടുത്ത തവണ അവൻ ഉറപ്പായിട്ട് അത് ഓർമ്മിക്കും. എന്നിട്ട് അവൻ്റെ കൂട്ടുകാരി ആരെങ്കിലും ബെഞ്ചിന് മണി കയറുമ്പോഴേ പറയടാ വീഴരുത്, പിന്നെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത സ്റ്റോറി വരെ അവൻ പറഞ്ഞു കൊടുക്കും. മനസ്സിലായി? അപ്പം കുട്ടിക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ അതിനൊരു ടൈമുണ്ട്. കുട്ടി നിങ്ങളെ കേട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ പറയത്തില്ലേ, അഡ്വൈസ് ആവശ്യപ്പെടാതെ ഒരാൾക്ക് നമ്മളൊരു അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് കേൾക്കത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ ആ ഒരാളുടെ മൂഡ് അനുസരിച്ച് അയാളോട് സംസാരിക്കണമെന്ന് പറയുന്ന പോലെ അതുപോലെ വലിയ ആൾക്കാരെ പോലെ തന്നെയാണ് കൊച്ചുകുട്ടികൾ. അവർ നമ്മളെ കേട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അവർ ചിലപ്പോൾ വീണ്ടും അവരതൊക്കെ ആവർത്തിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, അതാണ് ഏജ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടോ വീണ്ടും നമ്മളിരിക്കുന്ന സമയത്ത് വേറൊരു കഥയിലൂടെ അല്ലെങ്കിൽ ആ സെയിം കഥ റിപ്പീറ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് വീണ്ടും അത് പറഞ്ഞു കൊടുക്കും. ഒരു 2-3 തവണ കഴിയുമ്പോൾ അതെല്ലാം ഓക്കെ ആവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇൻ കേസ് അവൻ ചാടി അല്ലെങ്കിൽ അവൻ ഓടി എന്നാലും അവൻ്റെ ഉള്ളിൽ വീഴും സൂക്ഷിക്കണം എന്നൊരു ബോധം ഉണ്ടാവും. നമ്മൾ പോലും പറയാതെ മഴയത്ത് ചെളിയിൽ നടന്നു പോകുമ്പോൾ അവൻ പതുക്കെ പോകും. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാവുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും മോഡലായിട്ടിരിക്കുക. ഈ കുട്ടിയെടുത്ത് മേശപ്പുറത്ത് കിടന്ന് ചാടലെന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കിടന്ന് ചാടി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ചാടുമെന്നല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ പോസിറ്റീവ് പാരന്റിങ്ങിലുള്ളൊരു പാർട്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പോസിറ്റീവ് പാരന്റിങ്ങിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്സിൽ ഏറ്റവും അവസാനമുള്ളൊരു പോയിന്റാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടത് തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്,
ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, സ്പീഡായി പോകുന്നു അല്ലെങ്കിൽ പതുക്കെ പറയണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ. ഓക്കെ, അത് നെക്സ്റ്റ് പാർട്ട് പറയുമെങ്കിൽ ഞാൻ നന്നായിട്ട് സൂക്ഷിക്കാം. അപ്പോൾ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, കുട്ടികൾ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറന്നിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അറ്റൻഷന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അടുത്ത നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യും. വല്ലത് എറിഞ്ഞുടയ്ക്കും, അല്ലെങ്കിൽ ആരെങ്കിലും സിബ്ലിങ്സിനെ ഉപദ്രവിക്കും. മനസ്സിലായി? അപ്പം നമ്മൾ അവനെ ശ്രദ്ധിക്കാൻ വേണ്ടി പോകും, എന്നിട്ട് അവനോട് 100 കുറ്റവും പറയും. മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിലും അച്ഛനും അമ്മേനെ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അവൻ നെഗറ്റീവ്സ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്താലും അവനെ അഭിനന്ദിക്കണം. അവനെന്നാ വരുന്നത്, അവളെയായാലും അവനായാലും ആ കുഞ്ഞിനെ നമ്മൾ അഭിനന്ദിക്കണം. അപ്പോൾ ഈ അഭിനന്ദിക്കണം എന്ന് പറയുമ്പോൾ, ഇപ്പം ചില പാരൻസ് ഉണ്ട്, നീ ആ തുണി മടക്കി വെച്ചിട്ട് വന്നാൽ ഞാൻ നിനക്ക് മിഠായി തരാം, അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിത്തരാം, നീ ഇത് ചെയ്താൽ ഞാൻ നിനക്ക് അത് തരാം, TV ഇട്ട് തരാം. ഇങ്ങനെ ഒന്നും റിവാർഡ്സ് കൊടുക്കരുത് കുട്ടികൾക്ക്. അതായത് എന്തെങ്കിലും സാധനം ഗിഫ്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ ആദ്യമേ ശീലിപ്പിക്കരുത്. കാരണം പിന്നെ അവൻ എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയല്ല, നല്ലത് ചെയ്യുന്നത് എന്താണ്, അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അല്ല. നമ്മളൊരു കാര്യം, ഇപ്പോൾ ഒരു നിസ്സാരം ബുക്സൊക്കെ അടുക്കി വെക്കുന്നത് തന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല. അത് അവൻ്റെ ബുക്ക് എടുത്ത് വെക്കേണ്ടത് അവൻ്റെ ഡ്യൂട്ടിയാണ്, അങ്ങനെ ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റ് വേണം അവൻ്റെ ഉള്ളിൽ കൊണ്ട് നിറയ്ക്കേണ്ടത്. അപ്പം നമ്മൾ ആ നേരത്ത് നീ ബുക്കൊക്കെ അടുക്കി വെച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ നിനക്ക് ഫോൺ തരാൻ കളിക്കും, അങ്ങനെ ഒന്നും പറയരുത്. അപ്പോൾ അവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവൻ്റെ പഠിത്തത്തിനോ ആ പുസ്തകങ്ങൾക്കോ അല്ല, ഫോണിനായിരിക്കും. സോ ഒന്നും ഇങ്ങനെ ഗിഫ്റ്റായിട്ടോ റിവാർഡായിട്ടോ കൊടുക്കരുത്. പക്ഷെ നിങ്ങൾക്ക് അവനോട് സംസാരിക്കാം, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ, ഫീഡ്ബാക്ക്, അതായത് പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാം. നീ നല്ല മകനാണ്, നീ എല്ലാം അമ്മ പറയുന്നത് നീ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നീ എല്ലാം നന്നായിട്ട്. ഞാൻ എൻ്റെ ആലിസിൽ ഞാൻ മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ആലിസിനോട് കളിച്ചു കഴിഞ്ഞ് കളിപ്പാട്ടം അടുക്കി വെക്ക് എന്ന് ഞാനിങ്ങനെ പറയത്തില്ല. പകരം ഫസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ അടുക്കി വെക്കും. മനസ്സിലായില്ല? അപ്പം അത് അവൾ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ചെയ്തത്, മക്കളെ എനിക്ക് അതൊക്കെ ദൂരെ കിടക്കുന്ന സാധനങ്ങളൊന്ന് പറക്കി കൊണ്ടുവരുവാടാ എന്ന് പറയും. അപ്പോൾ അവൾ കൂടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ശ്രമിച്ചു. പിന്നത്തേതിൽ അവൾ കളിച്ചു കഴിഞ്ഞിട്ട് അവൾ തന്നെ എടുത്തു വെക്കുന്നത് കാണാനിടയായി. മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് അച്ഛനും അമ്മയത് കണ്ടു, അത് അപ്രീഷിയേറ്റ് ചെയ്തെന്ന് അവൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവളത് പിന്നെ എപ്പോഴും ചെയ്യും. അവളുടെ ലൈഫ് ലോങ് അവൾക്കത് ഓർമ്മയിലുണ്ടായിരിക്കും. അപ്പം അത് അപ്രീഷിയേറ്റ്, ഞാൻ അതുകൊണ്ട് അത് കണ്ടപ്പോൾ തന്നെ കണ്ടു. പക്ഷെ എനിക്ക് ആ സമയത്ത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ആയിരുന്നില്ല. ഞാൻ ആരോടത്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്തോ ചെയ്തു. പക്ഷെ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, അവളുടെ അടുത്ത് പോയപ്പോൾ ഞാനിങ്ങനെ ആ ടോയ്സ് അവിടെ ഇരിക്കുന്നുണ്ട്, പറഞ്ഞു, മക്കളെ ഇത് നീയാണല്ലേ എടുത്ത് വെച്ചത്? നന്നായിട്ടുണ്ട്, നീ ഓർമ്മയോടെ ചെയ്തല്ലോ, സൂപ്പർ മോളെ, നല്ല കുട്ടി എന്ന് പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി. ഓക്കെ, അപ്പോൾ അവള് ഇപ്പം ഞാൻ 2-3 തവണ അത് കാണുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മളെപ്പോഴും മോഡലായിരിക്കണം. പിന്നെ നമ്മൾ അവർക്ക് അപ്രീസിയേഷൻ, അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, ചെയ്തേ പറ്റും. അപ്പോൾ അതൊരു കാര്യം. പോസിറ്റീവ് പാരന്റിൽ 2 പോയിന്റ്. 3ാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്കൊരു നെഗറ്റീവ് ലേബിൾ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കരുത്. അവൻ പഠിക്കത്തില്ല, അവൻ ഉഴപ്പനാണ്, അവൻ ഒരു വക കഴിക്കില്ല, അല്ലെങ്കിൽ അവൾ ഒരു വക കഴിക്കില്ല, 24 മണിക്കൂർ TV മുമ്പ് തന്നെ എന്ന് അവർ കേൾക്കെ. അതും അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ അങ്ങനത്തെ നെഗറ്റീവ്സ് പറയാതിരിക്കുക. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കുട്ടിയുടെ നെഗറ്റീവ് കമൻസ് പറയാവുന്നത് ഇതൊക്കെ ഒഴിവാക്കുക. കാരണം അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഇത് കുറയ്ക്കും, ഉറപ്പായിട്ടും കുറയ്ക്കും. പിന്നെ നിങ്ങളോട് അവർക്കൊരു ശത്രുത വരെ തോന്നാം ഉള്ളിൽ. അമ്മ എന്തിനാ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ അവനോട് പറയുന്നത്? മനസ്സിലായില്ല? ഈ മറ്റുള്ളവരായിട്ട് കമ്പയറും ചെയ്യരുത് എന്ന് പറയും. അവനിങ്ങനെ ചെയ്തില്ല, നിനക്ക് ഇങ്ങനെ ചെയ്തു. അങ്ങനത്തെ ഒരു കമൻസും കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറയരുത്. അവനെപ്പറ്റി നിങ്ങൾ മറ്റുള്ളവരോട് നല്ലത് പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവനെക്കുറിച്ചുള്ള നെഗറ്റീവ് കമൻസ് പറയാതിരിക്കുക. അപ്പം നമ്മൾ മുമ്പ് വെച്ച് പറയുമ്പോൾ അവനൊരു, ഞാൻ പറഞ്ഞില്ല, സെൽഫ് കോൺഫിഡൻസ് പോവും. പിന്നെ ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ചിലപ്പോൾ, അതായത് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കുട്ടിയാണെങ്കിൽ അവനെപ്പറ്റി എന്തോ നല്ല കാര്യം പറയുന്നു എന്ന് തോന്നും. ഈ ഒരു വക കഴിക്കൂല എന്നുള്ളത്. പിന്നെ അവൻ എന്ത് ചെയ്യും, അങ്ങനെ തന്നെ ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ നെഗറ്റീവായിട്ട് ആ കുട്ടിയെ പറ്റി ഒരാളോട് പറയുമ്പോഴത്തേക്കും അവൻ അത് കേൾക്കണം.
പിന്നെ പിന്നെ ഇനി ഇങ്ങനെ അങ്ങ് പോവാം, അമ്മയ്ക്ക് തന്നെ ഒരു വിലയില്ല, അച്ഛന് തന്നെ ഒരു വിലയില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ വരും. അതുകൊണ്ട് നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ മകൻ്റെ ഫ്യൂച്ചർ ഇങ്ങനെ എഴുതി പിടിപ്പിക്കാതിരിക്കുക. ഓക്കെ, അവന് ടൈം കൊടുക്കുക, അവൻ മാറും. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റാതെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് അവന് ടൈം കൊടുക്കുക. അവൻ കാര്യങ്ങൾ മനസ്സിലാക്കി അവനൊരു ഇൻഡിവിജ്വലായി കാണും. ഇങ്ങനെ ഒരു വേറൊരു പേഴ്സണായിട്ട് കാണുക. അല്ലാതെ നിങ്ങളുടെ കൺട്രോളിലിരിക്കുന്ന റോബോട്ട്സ് ആയിട്ടോ ഡോൾസ് ആയിട്ടോ നിങ്ങൾ ചിന്തിക്കാതെ, നിങ്ങളുടെ കയ്യിലാണ് റിമോട്ട് കൺട്രോൾ എന്ന് ചിന്തിക്കാതെ അതിനൊരു വ്യക്തിയെ കാണുക. ആവശ്യമായിട്ടുള്ള നിങ്ങൾ തന്നെ അവരുടെ ഗൈഡായിരിക്കുക, നല്ലൊരു ഗൈഡായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട് ആകുന്നതിന് പകരം ഗൈഡായിരിക്കുക. ഇതൊക്കെ വേറൊരു ടോപ്പിക്കാണ്, അത് ഞാൻ പിന്നീട് പറയാം. ഇന്ന് ഞാൻ കുറച്ച് വീണ്ടും കൂടിപ്പോയി എന്ന് തോന്നുന്നു. പക്ഷേ പോസിറ്റീവ് പാരൻറ്റിങ്ങിൽ 3 പോയിന്റ്സ് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്കത് മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്രയും സംസാരിച്ച് പോകുന്നത്. വേണമെങ്കിൽ വെറുതെ ചുരുക്കി പറയാം, പക്ഷേ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. ഓക്കെ, ഇനിയും ഉണ്ട്, ഇനി 2 പോയിന്റ്സ് കൂടെ ഉണ്ട്, കൂടുതലുണ്ട്. പക്ഷെ ഇത്രയും ഞാൻ ചുരുക്കി നിങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് പറയാം, കുട്ടികളുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളാണ് അവരുടെ സപ്പോർട്ടർ. ഞാൻ പറഞ്ഞില്ലേ, ടീനേജിലെ പിള്ളേരെ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടത്തില്ല. സോ ഇപ്പോൾ ഈ ടോഡ്ലർ ഏജ് നിങ്ങൾക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ഏജിൽ നല്ലപോലെ പാരൻസ് അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടീനേജിലെ കുട്ടികളെയും അതുപോലെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ കുറച്ച് ടഫായിരിക്കും, ഇതിനേക്കാൾ ടഫാണ് എന്ന് അവരെ കൺട്രോൾ ചെയ്യാൻ. കാരണം അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ കാണും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. പോസിറ്റീവ് പാരന്റിങ്ങിലെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറന്നു പോകരുത്. പലരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്, വ്യൂവേഴ്സ് കൂടുന്നുണ്ട്, പക്ഷെ എനിക്ക് ലൈക്സ് കുറവാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾ എന്ന ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഡേ ആശംസിക്കുന്നു. Till then, take care. Bye bye.